നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജനം വാരി വലിച്ച് താഴെയിട്ടതിൻ്റെ ആഘാതത്തിൽ മൂക്കിൻ്റെ പാലം മുതൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ വരെ തകർന്നു പോയ ചില സ്ഥാനാർത്ഥികളുണ്ട്. നാക്കിനെല്ലുണ്ടായിരുന്നെങ്കിൽ അവറ്റകളുടെ അതും ഒടിഞ്ഞേനെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റ സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ പറയുക. എന്നാൽ തോറ്റ MLA എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്നസെൻറ്റിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. തോറ്റാൽ എങ്ങനെയാണ് മിസ്റ്റർ MLA ആകുന്നത് എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത് എന്നായിരുന്നു ഉത്തരം. വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മായ്ച്ചു ജഗന്നാഥൻ വടുരൂപിയായി വിളങ്ങിനാൻ എന്ന് പറയും പോലെ അധികാരത്തിൻ്റെ ആടയാഭരണങ്ങളും അഹങ്കാരത്തിൻ്റെയും കന്നന്തിരിവിൻ്റെയും കിരീടവും നഷ്ടമായ കുറെ തോറ്റ MLA-മാരുടെ അവസ്ഥ അതിഭീകരമാണ്. ഓരോരുത്തരെയും നമുക്കൊന്ന് പരിശോധിക്കാം. അത്തരത്തിലുള്ള ഒരാളുടെ അണ്ടം കീറുന്ന പ്രസ്താവന നടത്തിക്കളഞ്ഞു പത്തനാപുരത്തെ നിയുക്ത MLA ആയ ജ്യോതികുമാർ ചാമക്കാല. ഗണേശനെ അദ്ദേഹം വിശേഷിപ്പിച്ചതായിരുന്നു രസകരമായ സംഭവം. അഖില കേരള ആന മുതലാളി സംഘത്തിൻ്റെ അധ്യക്ഷൻ. ആ ഗണേശനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഇതായിരുന്നു ചോദ്യം. നോക്കണേ, ചാമക്കാലയുടെ ഒരു ലീലാവിലാസം. മുൻ മന്ത്രിയല്ല, നടനല്ല, മുൻ MLA അല്ല, വെറും ആന മുതലാളി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവ്. അങ്ങനെ ചുരുങ്ങിപ്പോയി ഗണേശൻ. മറ്റധികാര സ്ഥാനങ്ങൾ ഒന്നും തന്നെയില്ല. BJP വോട്ട് മറിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്നാണ് ഗണേശൻ്റെ കരച്ചിലിപ്പോൾ. തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും നാട്ടുകാരും നായന്മാരും പാലം വലിച്ചതുകൊണ്ടുമാണ് തോറ്റുപോയതെന്ന് പുള്ളി പറയുന്നതേയില്ല. എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നിന്നവന്മാരെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നാട്ടുകാരെ തെറി വിളിച്ചാൽ ഇത് പഴയ കാലമാണോ ഗണേശ? ഏത് കൊടുങ്കാറ്റിലും താൻ ഉലയാതെ നിൽക്കുമെന്ന മിഥ്യാധാരണയാണ് ഗണേശനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. തിന്ന ഉപ്പിൻ്റെയും ചോറിൻ്റെയും കഥ പറയുന്ന പഴയ കാലമെല്ലാം പോയി ഗണേശ. ഈ കനത്ത തോൽവിയിലും അണികൾ ആവേശത്തോടെ ഗണേശന് ചുറ്റുമുണ്ട്. വിശേഷപ്പെട്ട ഒരു മുദ്രാവാക്യം മുഴക്കി അവരിന്നലെ ഗണേശനെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നത് കണ്ടു. കണ്ണേ കരളെ കൺമണിയെ. ആ കൺമണി പ്രയോഗമാണ് കോരിത്തരിപ്പ് ഏറെ ഉണ്ടാക്കിയത്. ഗണേശൻ ഇനി സീരിയലില്ല, സിനിമയില്ല. അദ്ദേഹം മന്ത്രിയല്ല, MLA അല്ല, താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അല്ല, ഡയറക്ടർ ബോർഡിലെ അംഗമല്ല, ആന മുതലാളിമാരുടെ അധ്യക്ഷൻ മാത്രം. ഇങ്ങനെ എതിരാളികളെ കണ്ണിൽ ചോരയില്ലാതെ ട്രോളാൻ ചാമക്കാല ആള് കേമനാണ്. ആനസംഘത്തിൻ്റെ പ്രസിഡന്റ് ആണേലും വനം വകുപ്പ് പറയുന്നത് ഗണേശൻ്റെ ആനകൾക്ക് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നാണ്. കീഴൂട്ടെ കുടുംബത്തിനായി ദേവേന്ദ്രൻ മുകളിൽ നിന്നും അയച്ചു കൊടുത്തതാണ് ആ 2 ആനകൾ. പ്രതിയോഗികളെ ട്രോളുന്ന കാര്യത്തിൽ ചാമക്കാല ഒട്ടും മോശമല്ല. കണ്ണൂരിലെ കുറച്ച് സഖാക്കൾ അവിടെ കൂടുമ്പോൾ ജില്ലാ കമ്മിറ്റി, കണ്ണൂരിലെ കുറേ ആളുകൾ തിരുവനന്തപുരത്ത് കൂടുമ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി, കണ്ണൂരിൽ നിന്നും കുറേ ആളുകൾ ഡൽഹിയിൽ കൂടുമ്പോൾ അത് PB. ഇതായിരുന്നു പ്രശസ്തമായ ചാമക്കാലയുടെ മറ്റൊരു ഫലിതം. ദേശീയ പാർട്ടിയായ CPM-ൻ്റെ മുഴുപ്പ് പറഞ്ഞ റിയാസിനോടാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞത്. പഴയ പ്രതാപികളായ നേതാക്കൾ തമ്മിലും ഇതുപോലെ സഭയ്ക്കകത്തും പുറത്തും വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957 മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ ചർച്ചയ്ക്കിടയിൽ PT ചാക്കോയെ മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കോത്താഴം യാജ്ഞവൽക്യൻ എന്നായിരുന്നു. ചാക്കോയുടെ ജന്മദേശം പൊൻകുന്നത്തെ കോത്താഴമായിരുന്നു. ചാക്കോ തിരിച്ച് മുണ്ടശ്ശേരി മാഷിനെ മണലൂർ മനു എന്നും വിളിച്ചു. തോറ്റ MLA-മാരായി നടക്കുന്ന വേറെയും 2-3 പേർ BJP-യിലുമുണ്ട്. അതിലൊന്ന് നടി അഞ്ജലി നായരാണ്. ചായ കുടിക്കാൻ കടയിൽ കയറിയപ്പോൾ തന്നോട് കടക്കാരൻ പറഞ്ഞത്തെ, അയ്യോ ഞങ്ങളുടെ MLA അല്ലയോ, വേഗം കൊടുത്താട്ടെ ചായ. ചക്കയായിരുന്നു നടിയുടെ ചിഹ്നം. ആ കടക്കാരൻ തന്നെ പരിഹസിച്ചതാണെന്നറിയാതെ അഞ്ജലി മാലോകരോടെല്ലാം അങ്ങ് പറയുകയാണ്. മറ്റൊന്ന് പണ്ഡിതാഗ്രഗണ്യനായ അഖിൽ മാരാരും പാലക്കാട്ട് തോറ്റ ശോഭാ സുരേന്ദ്രനുമാണ്. തോറ്റെങ്കിലും ഒരു നിഴലായി ഞാനും പാലക്കാട്ടുണ്ടാകുമെന്നാണ് ശോഭ ചേച്ചി പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മുല്ലപ്പൂ ചൂടിയ നിഴലാണ് ശോഭയെ തോറ്റ MLA ആക്കി മാറ്റിയത്. ഞാനും ശോഭ ചേച്ചിയും ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരിക്കുമെന്നും അഖിൽ മാരാർ ലീഡ് ചെയ്യുന്നുവെന്ന് മരമുറിക്കാരൻ്റെ ചാനലിൽ പലതവണ ഞാൻ പറയിപ്പിക്കുമെന്നും വെല്ലുവിളിച്ചു. എത്രയൊക്കെ തോറ്റാലും നമ്മുടെ ഡബിൾ K ശൈലജ അമ്മ സങ്കല്പത്തിലാണ് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്ത് ചെയ്യും എന്നൊരു ചൊല്ലുണ്ട്. ഇതുപോലെ ഈ ലോകമാതാവിനെ കിട്ടുന്നിടത്തെല്ലാം കൊല്ലുകയായിരുന്നു ജനം. വടകരയിൽ കൊന്നു, പേരാവൂരിൽ കൊന്നു. ഇനി ചാകാൻ ശൈലജയുടെ ജന്മം ബാക്കി. തലയിൽ ചെമ്പട്ടും കയ്യിൽ അരിവാളും പിടിച്ച് കോമരത്തെ പോലെ തുള്ളി തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച ശിവൻകുട്ടിയെ ഇനി എന്തു പേരിട്ട് വിളിക്കും? മന്ത്രിയല്ല, മേയറല്ല, MLA അല്ല, വെറും ശിവൻകുട്ടി മാമൻ.
ഭദ്രകാളിയെ ജപിച്ച് ശത്രുക്കളെ ശപിച്ചു കൊന്ന പുളകംകൊള്ളി സുരേന്ദ്രനെ അതിൽ പിന്നെ ആരും കണ്ടിട്ടില്ല. എന്നെ നാട്ടുകാർ മുഴുവൻ ലാളിക്കുന്നുണ്ട് എന്ന് അഭിമാനിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഇനി വിളിച്ചാലും ആരും മഴയത്ത് കോട്ടിട്ട് സുരേന്ദ്രനെ തേടി ചെല്ലില്ല. തന്നെ നിൽക്കാൻ ശേഷിയില്ലാത്ത ശിവൻകുട്ടിയും സ്വർണ്ണക്കള്ളൻ പോറ്റിയുടെ പരിചാരകനായി വർത്തിച്ച സുരേന്ദ്രനെയുമൊക്കെ പിന്നെയും നിർത്തിയ മനുഷ്യൻ്റെ ക്ഷമ പരിശോധിച്ച ഈ പാർട്ടിയാണോ ജനങ്ങളുടെ പാർട്ടി? ഒന്ന് പോയി റെസ്റ്റ് എടുക്ക് ശിവൻകുട്ടി. കുറേ നാളായില്ലേ വിവരദോഷവും വിഡ്ഢിത്തവും പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിനെ നാണം കെടുത്താൻ ഇറങ്ങിയിട്ട്. പിണറായി വിജയൻ്റെ വാടക വീട്ടിലൊരു വാച്ചറുടെ ഒഴിവുണ്ട്, അവിടെ പോയി നിൽക്കൂ. അപ്പോൾ ഞങ്ങൾ വാച്ചർ ശിവൻകുട്ടി എന്ന് വിളിച്ചുകൊള്ളാം. അഹങ്കാരികളെ തകർത്തടിച്ച് ജനം പ്രതികാരം ചെയ്തപ്പോൾ തോറ്റുപോയ MLA ആണ് നമ്മുടെ TN പ്രതാപൻ. അപകടകരമായ വിനയം കൊണ്ട് കാര്യം സാധിച്ചെടുക്കുന്ന പ്രതാപൻ ഒരു കുറുക്കനാണ്. MLAയും MP ആയും ഇത്രയും കാലം വിലസിയ പ്രതാപൻ പറഞ്ഞത് എൻ്റെ മകളെ പഠിപ്പിച്ചത് യൂസഫ് അലി മുതലാളിയാണെന്നും ആ കടപ്പാട് ഞാൻ മറക്കില്ലെന്നുമാണ്. നാട്ടിലെ കൂലിവേലക്കാരും മരം വെട്ടുകാരും കൃഷിക്കാരും വരെ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പാവത്തിന് മാത്രം മക്കളെ പഠിപ്പിക്കാൻ കാശില്ലായിരുന്നു. അനേകകാലം പാർട്ടിയിലും ഭരണത്തിലുമിരുന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരുത്തനാണിത് പറയുന്നതെന്ന് ഓർക്കണം. ഏഷ്യാനെറ്റിലെ വിനു പറഞ്ഞത് എത്ര ശരിയാണ്. ഇയാൾ ജയിച്ചൊരു മന്ത്രിയായിരുന്നെങ്കിൽ ആ മുതലാളിയുടെ കാല് നക്കാൻ പോകില്ലായിരുന്നോ ജനങ്ങളുടെ ചെലവിൽ? തൻ്റെ തട്ടകത്തിലേക്ക് K മുരളീധരൻ മത്സരിക്കാൻ വന്നപ്പോൾ കൂടെ നിന്ന് കാല് വാര്യവനാണ് ഈ TN പ്രതാപൻ. മുരളിയേട്ടൻ്റെ വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊടുക്കുന്നതും മുഖത്ത് പൗഡർ പൂശി കൊടുക്കുന്നതുമൊക്കെ ജനം കണ്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തൃശ്ശൂരിൽ. പ്രധാനമന്ത്രിയെ ഞാൻ ചൂണ്ടുവിരലിൽ തളച്ചു എന്നൊക്കെയായിരുന്നു വീമ്പടി. എന്തായാലും വീമ്പടി വീരനായ പ്രതാപനെ തോറ്റ MLA ആക്കി പ്രഖ്യാപിച്ച് രവീന്ദ്രനാഥ് അവിടെ ജയിച്ചു. ഒരു സാധു മനുഷ്യൻ. ഈ കൊടുങ്കാറ്റിലും പ്രതാപൻ തോറ്റപ്പോൾ മനസ്സിലായില്ലേ ജനം കരുതി കൂട്ടി പണിഞ്ഞതാണെന്ന്. നിയമസഭയിൽ അംഗപരിമിതരെ ആക്ഷേപിച്ച PP ചിത്തരഞ്ജൻ്റെയും കഥ കഴിച്ചു ജനം. രണ്ട് കൈയില്ലാത്ത ഒരുത്തൻ്റെ ചന്തിക്ക് ഉറുമ്പ് കടിച്ചാൽ എങ്ങനെയിരിക്കുമെന്നായിരുന്നു നിയമസഭയിൽ ചിത്തരഞ്ജൻ്റെ പ്രതിപക്ഷത്തെ നോക്കിയുള്ള പരിഹാസം. ചിത്തരഞ്ജൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പവും മുട്ടക്കറിയുമാണ്. ചിത്തനൊരു ഹോട്ടലിൽ കയറി കഴിച്ച അപ്പത്തിന് തൂക്കം കുറഞ്ഞു, മുട്ട വിരിഞ്ഞതായിരുന്നു. ആ ഹോട്ടലിനെതിരെ പരാതി കൊടുത്തു, പക്ഷേ പാവം നാറിപ്പോയി. എന്തായാലും ജനം വയറ് നിറച്ച അപ്പവും മുട്ടക്കറിയും വാങ്ങിച്ചു കൊടുത്ത് ചിത്തരഞ്ജനെ വീട്ടിലിരുത്തിയിരിക്കുകയാണ്. പിണറായി വിജയനെ കാണുമ്പോൾ മാർപ്പാപ്പയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ ദലീമയാണ് തോറ്റ മറ്റൊരു MLA. പൈശാചിക ഭാവം കൂടപ്പിറപ്പായ പിണറായി വിജയനെ മാർപ്പാപ്പ എന്ന് വിളിച്ച് വിശ്വാസികളെ അപമാനിച്ച ദലീമയോട് നാട്ടുകാർ പറഞ്ഞത് വീട്ടിലിരിക്കാനല്ല പാട്ടിന് പോകാനാണ്. ദലീമ ഇപ്പോൾ ഓമനപ്പുഴ കടപ്പുറത്ത് കൂടി പാട്ടും പാടി നടക്കുകയാണ്. അങ്ങനെ ദലീമയും തോറ്റ MLA ആയി. നിലത്ത് വെറുതെ പിണറായി എന്ന് എഴുതി വച്ചാൽ ആ മണ്ണ് പോലും ഇടിഞ്ഞു താഴുന്ന കാലത്താണ് നാടിൻ്റെ വികാരമറിയാതെ ദലീമ പിണറായി വിജയനെ മാർപ്പാപ്പയാക്കിയത്. കായംകുളത്തെ പ്രതിഭയുള്ള വിപ്ലവകാരിക്കും ഇനി വീട്ടിലിരിക്കാം. മകനെ നല്ലതുപോലെ നോക്കി വളർത്താൻ ജനങ്ങൾ നൽകിയ അവസരമാണിത്. പൊതുപ്രവർത്തനത്തിനിടയിൽ എനിക്ക് എപ്പോഴാ മോനെ നോക്കിക്കൊണ്ടിരിക്കാൻ സമയം എന്നായിരുന്നു പ്രതിഭയുടെ അന്നത്തെ ചോദ്യം. തോറ്റപ്പോൾ പ്രതിഭ വെള്ളാപ്പള്ളി നടേശൻ്റെ മണ്ടയ്ക്ക് കയറി. യഥാർത്ഥ ശ്രീനാരായണീയാണ് ഞാൻ, എന്നിട്ടും എന്നെ നടേശൻ മുതലാളി തോൽപ്പിച്ചു എന്നായി. അപ്പോൾ സുകുമാരൻ നായരെ മറന്നുപോയോ പ്രതിഭ? നായന്മാരുടെ വോട്ടൊന്നും വേണ്ടായിരുന്നോ കായംകുളത്ത്? മോനെ കഞ്ചാവ് കച്ചവടത്തിന് വിട്ടപ്പോൾ ഓർക്കണമെന്നായി നടേശൻ്റെ പ്രതികരണം. പ്രതിഭയുടെ ഉറഞ്ഞാട്ടം കണ്ടപ്പോഴൊക്കെ നാട്ടുകാർക്ക് തോന്നിയതാണ് ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലല്ലോ എന്ന്. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നാണ് പ്രമാണം. ജനാധിപത്യത്തിൽ കൂലി കൊടുക്കാൻ 5 വർഷം കാത്തിരിക്കണം എന്ന് മാത്രം. മാധ്യമപ്രവർത്തകരോട് പോയി ശരീരം വിട്ട് ജീവിക്കാൻ പറഞ്ഞ ഒരഹങ്കാരിയായ സ്ത്രീയാണ് ഈ പ്രതിഭ. പ്രതിഭയുടെ കണ്ണീരിന് ലിജുവിൻ്റെ കണ്ണീരിനെ മറികടക്കാനായില്ല. ഭാര്യയുടെ അഹങ്കാരത്തിന് ഭർത്താവിന് കൂലി കൊടുത്ത കാഴ്ചയാണ് ബാലുശ്ശേരിയിൽ നമ്മൾ കണ്ടത്. മേറൂട്ടിയുടെ കാന്തൻ സച്ചിൻ ദേവിനെ അവിടെ ജനം ചവിട്ടി അങ്ങ് കൂട്ടി. അധികാരത്തിൻ്റെ അഹന്ത തലയ്ക്ക് പിടിച്ച ഭാര്യയോട് ഒരു പൊടിക്കൊന്ന് അടങ്ങടി എന്ന് പറയാൻ ഈ കെട്ടിയോന് കഴിയാതെ പോയി. പാർട്ടി ഇവരെ കയറൂരി വിട്ടപ്പോൾ ഭർത്താവ് പിടിച്ചു കെട്ടണമായിരുന്നു. അങ്ങനെ ആ ദാമ്പത്യവല്ലരിയും കരിഞ്ഞ് വീട്ടിലിരിപ്പായി. പരാജയ രാഘവൻ്റെ അശ്ലീലത്തിനുള്ളതും ഭാര്യയുടെ ഹുങ്കിനുള്ളതും ജനം ഒന്നിച്ചങ്ങ് കൊടുത്തു. ഇരിങ്ങാലക്കുടയിൽ 6 ബിന്ദുവും ഇരിപ്പിലായി. ഇനി കാറിൽ കയറി 2 പേർക്കും കൂടി അമ്മായിയമ്മയുടെ വീട്ടിലൊക്കെ പോകാം. ഓർക്കുന്നില്ലേ പണ്ടൊരു സമരകാലത്ത് വിജയരാഘവൻ ആക്ഷേപിച്ചത്?
ഈ കാറിൽ ഒരാൾ മാത്രമായിട്ട് ഇവിടെ പോകുന്നു. ഇവനൊക്കെ എന്താ അമ്മായിയമ്മയുടെ വീട്ടിൽ പോവുകയാണോ എന്നായിരുന്നു ചോദ്യം. ഭാര്യ പി കെ ശ്യാമളയെ ജനങ്ങളുടെ മാലാഖയാക്കാൻ ഇറങ്ങിയ ഗോവിന്ദച്ചാമിയുടെ അവസ്ഥയാണ് ഏറെ ഭീകരം. തളിപ്പറമ്പുകാർ ആ കപ്പിൾസിൻ്റെ കവിളിന് പിടിച്ച പിടി ഇപ്പോഴും വിട്ടിട്ടില്ല. മറ്റേ ഗോവിന്ദനും ഭാര്യയും കൂടി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കള്ളക്കമ്മികൾ കുറുക്കന്മാരെ പോലെ നിരന്നു നിന്ന് കൂവിക്കൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജനങ്ങൾ കൂവി വിട്ടത് യഥാർത്ഥ ഗോവിന്ദനെയും ശ്യാമളയെയുമായിരുന്നു. IAS ഭാര്യയുടെ പിണറായി സ്തുതിയും കമ്മിപ്രേമവും കാരണം ഗ്യാസ് പോയ മറ്റൊരു മഹാനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശബരിനാഥൻ. അദ്ദേഹം ഇനി തോറ്റ MLA എന്ന പേരിൽ അറിയപ്പെടും. വെറുതെ ചിരിച്ചും ആട്ടമാടിയും പാട്ടുപാടിയും കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചും KK രാഗേഷിനെ കർണനാക്കി വാഴ്ത്തിയും കുഞ്ഞിനെ കൊണ്ട് പിണറായിക്ക് ഉമ്മ കൊടുപ്പിച്ചും നടക്കുന്നതല്ലാതെ ഇവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്? സകല IASകാർക്കും നാണക്കേടാണ് ഈ സ്ത്രീയുടെ കുഴച്ചിലും ഇളകിയാട്ടവും. ഭാര്യ കാരണം ജാതകം മാറിപ്പോയ മറ്റൊരു ഹതഭാഗ്യനായിപ്പോയല്ലോ ശബരിനാഥൻ. IASകാരി ഭരിക്കുന്നവരുടെ കൺമണിയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവർ വഴിവിട്ട് സർക്കാരിന് വേണ്ടി എന്തിനും വഴങ്ങിക്കൊടുക്കും എന്നല്ലേ? B അശോകും പ്രശാന്തുമൊക്കെ നട്ടലുമായി കരക്കിരിക്കുമ്പോഴാണ് ഇവർ വിഴിഞ്ഞത്ത് കപ്പലോടിച്ച് രസിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ആനന്ദം പകർന്നു തന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ശവത്തിന് കാവലിരിക്കുന്ന അനുഭവമാക്കി മാറ്റിയ കോൺഗ്രസിനുള്ളത് വഴിയെ ജനം തന്നുകൊള്ളും. അപ്പോഴും രണ്ട് കൈയും നീട്ടി സ്നേഹത്തോടെ വാങ്ങിച്ചു കൊള്ളണം.